الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم ألا إن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب صدق رسوله النبي المصطفى الأمين عليه وعلى آله وصحابه وأتباعه أجمعين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وداء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل وتضرع بالسحر ومجالسات الصالحين الفضلاء واعلموا يا أمة سيدنا محمد صلى الله عليه وسلم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമാഗമ സംഗമത്തെ പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും നമ്മിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അല്ലാഹുവിനും അവന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അതരമൊഴികളെ അനുധാവനം ചെയ്തുകൊണ്ട് ലോകത്ത് ജീവിച്ചതായ നക്ഷത്രതുല്യരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ദീനിന്റെ പ്രബോധന പ്രവർത്തനവുമായി ലോകത്തേക്ക് കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പുങ്കവന്മാർ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരുടെ എല്ലാം സൽപാന്താവിലായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ
ഇൽമിന്റെ വഴിയിലായി നമ്മെ സഹായിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, എല്ലാത്തിനും ഉപരി ജീവിതത്തിൽ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് നമ്മുടെ കൈപിടിച്ച് ആനയിച്ചവർ, എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ സത്യവിശ്വാസികളുടെ നിത്യസങ്കേതമായ സ്വർഗലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്മേളിക്കുന്ന സൗഭാഗ്യശാലികളിൽ സർവാധിപതിയും സർവശക്തനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹാനുഭൂതിയുടെയും സമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സംയമനത്തിൻ്റെയും മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ 1000 അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആദ്യമായി അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പൂർണ്ണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഹൃദയംഗമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമുക്കറിയാം നാം എല്ലാവരും പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പണി കഴിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഗേഹമെന്ന് പരിചയപ്പെടുത്തിയതായ പരിശുദ്ധമായ മക്കയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭാഷദേശ വ്യത്യാസങ്ങളില്ലാതെ ഒരു വ്യത്യാസങ്ങളുമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മരിക്കുന്നവരിൽ നിർവഹിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അവരുടെ ദുആയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളും ദോഷികളുമായ നമുക്കെല്ലാവർക്കും ഒരു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയ സംസ്കരണം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, വളരെ പ്രവിശാലമായ ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണിത്. പക്ഷേ വിശദീകരിക്കുവാനോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനോ കേൾക്കുവാനോ ഉള്ള അവസരം നമുക്കില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ നിലയിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇൻഷാ അല്ലാഹ് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത് ഒരു കേൾവി എന്നതിനപ്പുറം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അടിസ്ഥാന തലത്തിൽ, നമ്മുടെ കർമ്മതലത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സജീവമാക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിനെ കുറിച്ച് നമുക്കറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം മുഴുവനും അവന്റെ അവയവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം അവന്റെ ശരീരവുമായി കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ചുരുങ്ങിയതാണ്. അതായത് നമ്മുടെ വലത്തെ മുഷ്ടി എന്ന് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ എത്ര ബലമുണ്ടാകുമോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാകുമോ അത്രയുമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഇത്രത്തോളം ചെറിയ ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുകൾ വന്നു പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് കേൾക്കുകയും കാണുകയും അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്തവരാണ് ഞാനും നിങ്ങളും. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹൃദയം എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും അത് നന്നായിട്ടില്ല എങ്കിൽ, അത് നമുക്ക് നന്നാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ശരീരം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഈ ശരീരം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. മാത്രമല്ല നമ്മുടെ
മുദ്ഗാതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗാതൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസ കഷ്ണം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നാകുന്നതാണ്. പക്ഷേ അതേ സമയം വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അവന്റെ ഹൃദയമെങ്ങാനും മലീമസമായി പോയി കഴിഞ്ഞാൽ, അവന്റെ ഹൃദയം അവനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവന്റെ ഈ ശരീരം കൊണ്ട് അവന് യാതൊരു പ്രയോജനവുമില്ല എന്ന് എന്റെയും നിങ്ങളുടെയും ആത്മീയതയുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചു എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിനുള്ള സ്ഥാനം എത്രത്തോളം വലുതാണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. പക്ഷേ പരിതാപകരമെന്ന് പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സാഹചര്യം, നമ്മുടെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയം എവിടെ വെച്ചോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ മാനികമായ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നില്ലാതെ പോയി. അതുകൊണ്ട് നമ്മുടെ സമുദായം ലോകം മുഴുവനും മാരകമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്ന ദുഃഖകരമായ പരിതാപകരമായ ഒരു സാഹചര്യത്തിന്റെ നടുവിലൂടെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എൻ്റെ ശരീരത്തിനോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, ശേഷം നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഹൃദയം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു അവയവമാണെങ്കിലും അതിനെ സൂക്ഷിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കേണ്ടത്, അതിനെ നന്മയിലേക്ക് കടത്തിക്കൊണ്ടു പോകേണ്ടത്, നന്മയുടെ ചിന്താഗതികളുടെ വിത്തുകൾ ആ ഹൃദയത്തിലേക്ക് പാകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് എന്ന് തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരുടെയും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം നന്നാക്കണം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഹൃദയത്തിന്റെ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന് പുറമെ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വിവര സാങ്കേതിക വിദ്യകൾ വെച്ചുകൊണ്ട് അതിനെ പരിശോധിക്കുവാനും അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയും അതിനുള്ള ശസ്ത്രക്രിയകൾ ചെയ്ത് നമ്മുടെ ഹൃദയത്തിനെ നന്നാക്കിയെടുക്കുവാനും നമുക്ക് കഴിയും. പക്ഷേ അതേസമയം നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മലീമസമായ ചിന്താഗതികളെ, കിബർ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന, ഒളബ് എന്ന് പറയുന്ന ഈ രീതിയിലുള്ള മോശമായ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചികിത്സിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ച് മാറ്റുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാന്മാരായ ആളുകൾ ഹൃദയം ശുദ്ധിയാക്കുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഹാന്മാരുടെ നാവിലൂടെ അവർ കേട്ടതും പഠിച്ചതും അനുസരിച്ച് നമ്മുടെ ജീവിത തലത്തിൽ, അനുഷ്ഠാന തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാന്മാരായ ആളുകൾ ഹൃദയം ശുദ്ധിയാക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. ആരാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു? ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മനുഷ്യന്റെ ഹൃദയത്തിന്റെ രോഗങ്ങളെക്കുറിച്ചും അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അദ്കിയ എന്ന ഗ്രന്ഥത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കേവലം ഒരു 2 വരിയിലൂടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള മരുന്നിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതദർറുഇ ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ. ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വദവാഉ ഖൽബിൻ ഖംസതുൻ, ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അതിന്റെ മരുന്നുകളും 5 എണ്ണം തന്നെയാണ്. അതിന്റെ മരുന്നുകൾ മാത്രം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാനുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫതിലാവതും ബിതദബ്ബുരിൽ മഅനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആശയസമ്പുഷ്ടമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ്. ഇതാണ് ഒന്നാമത്തെ മരുന്നെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയതായ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നത് എന്താ? അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഒന്നാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്ന മരുന്നെന്താണ്? അർത്ഥം ചിന്തിച്ച് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ഇത് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ തീരുമാനിക്കുകയാണ്, മുസ്ലിയാരെ, എനിക്ക് നല്ലതുപോലെ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ആ പരിപാടി നിർത്തുകയാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന് വണ്ണമായ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. ഓരോ അക്ഷരത്തിനും 10 നന്മകൾ വെച്ചാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് നമുക്ക് കിട്ടുന്നത്. അതേസമയം പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതോടൊപ്പം തന്നെ ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ അതിന് വണ്ണമായ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ആരെയും ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ഒന്നുമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിനോട്, നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമ്മൾ ഒന്ന് ചോദിക്കണം, എത്രയോ നാളുകളായിട്ട് പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആനുമായി ധാരാളം ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ ദിവസം മുതൽ 30 ദിവസമാകുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ച് ദുആ ചെയ്യുന്നവരാണ്. ഖത്മുൽ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കടത്തിവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വയമായി നമ്മുടെ സ്വന്തം ശരീരത്തോട്, നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആളുകൾ, അവരിൽ എത്രയോ ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ചിന്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവസാനം പരിശുദ്ധമായ നമസ്കാരത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ട് എത്രയോ സഹാബത്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അവസാനം ബോധരഹിതരായി നമസ്കാരത്തിൽ വീണ എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പാരായണത്തിലൂടെ നമുക്ക് എത്താൻ കഴിയുക. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഈ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സീലി വെക്കപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം പൂട്ടിക്കിടക്കുകയാണോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കടന്നു ചെന്നില്ലെന്നില്ലയോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാൻ ധാരാളം ബന്ധപ്പെടുവാനും ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി തിരഞ്ഞെടുക്കുവാൻ ഇനിയും നമ്മൾ സമയം കണ്ടെത്തിയില്ല എങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ ഭീകരമായ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. അതിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. പ്രകൃതി ദുരന്തങ്ങൾ ലോകം മുഴുവനും നശിപ്പിക്കുന്ന ദുഃഖകരമായ സാഹചര്യത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങിപ്പോകണം. പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ
മുസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ പരിശുദ്ധമായ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇതാണ് അവതീർണമായിരുന്നെങ്കിൽ ആ പർവ്വതം മുഴുവനും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥഗർഭമായ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പർവ്വതം മുഴുവനും പൊട്ടിത്തകരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം എത്രയോ വലുതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം എത്രയോ വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പഴിഞ്ഞുപോയ മഹത്തുക്കളായ ആളുകൾ ആ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റുകയും ചെയ്തത്. നമ്മുടെയും ജീവിതത്തിന്റെ മാതൃകയായി മാറണം പ്രിയമുള്ളവരെ. എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തിനാണ് ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നത്? എന്റെയും നിങ്ങളുടെയും ആത്മീയതയുടെ അധ്യക്ഷനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനുമായി എത്രയോ ബന്ധമുള്ള ആളായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ചാരത്തിരിപ്പുണ്ട്. സഹാബത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിനെ കുറിച്ച് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നതായ സമയത്ത് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്താണ് പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ ജീവിതം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയം പരിശുദ്ധമായ ഖുർആൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെടുവാനോ അതുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ ഭാര്യയോട് വന്നിട്ട് നമ്മുടെ ജീവിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയാനുണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ പറയുകയാണ്, വിശദീകരിക്കുവാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ പൊക്കം കുറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഗുണം നൽകിയിട്ടുണ്ട്. എന്തായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വശ്യമനോഹരമായ ശൈലിയിൽ ഏതൊരു മനുഷ്യന്റെയും പാറയേക്കാൾ കഠിനമായ ഹൃദയത്തെയും കരയിപ്പിച്ചു കളയുന്ന രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എനിക്കൊന്ന് പാരായണം ചെയ്തു തരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്താ നബിയേ ഈ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്? പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാരായണം ചെയ്തു തരണമെന്ന് പറയാനുള്ള കാരണം എന്താ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മറ്റൊരാളുടെ നാവിൽ നിന്നും പരിശുദ്ധമായ ഖുർആൻ കേൾക്കുവാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചിട്ട് വശ്യമനോഹരമായ ശൈലിയിൽ അങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്ന് പറയുന്ന വലിയൊരു സൂറത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. അവസാനം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഓതി അവസാനം സൂറത്തുൻ നിസായിലെ വളരെ അർത്ഥമുള്ള ഒരു ആയത്ത് അങ്ങോട്ട് ഓതുകയാണ്. ഏതാണ് ഈ ആയത്ത് എന്നറിയുമോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക
നിങ്ങൾ ഈ ചരിത്രമൊന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കണം പ്രിയമുള്ളവരെ. ഈ ആയത്ത് ഓതിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിലേക്ക് അങ്ങ് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മുഴുവനും വല്ലാതെ വിയർത്തൊഴുകയാണ്. ഫൈദൻ ഐനാഹു തദീമാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരിയായി താഴേക്കൊഴുകുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഞാൻ പാരായണം ചെയ്തത്? നിങ്ങളുടെ നിർബന്ധ പ്രകാരമല്ലേ പരിശുദ്ധമായ ഖുർആൻ ഞാൻ പാരായണം ചെയ്തത്? എന്നിട്ടെന്തേ അവിടെ നിന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മതിയടോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, ഇനി പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് പോലും നിങ്ങൾ മുന്നോട്ട് ഓതാൻ പാടില്ല. കാരണം എന്തെന്നറിയോ? ഈ പറയുന്ന ആയത്തിന്റെ അർത്ഥമെങ്ങാനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ബോധം കെട്ട് താഴെ വീണു പോകുന്നതാണ്. അത്രത്തോളം അർത്ഥഗർഭമായ ആയത്താണിത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഓതൽ നിർത്തുവാൻ ആവശ്യപ്പെടുകയാ പ്രിയമുള്ളവരെ. എന്താ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആ ആയത്തിന്റെ അർത്ഥം അത്രത്തോളം ഗൗരവമുള്ളതാണ്. അല്ലാഹു പറയുകയാണ്, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പരശതം പാപികളുടെ നടുവിൽ പാതിപതിയിൽ പാതയും നഷ്ടപ്പെട്ട പതികനെ പോലെ പരിഭ്രാന്തിയോടെ പതറി നടക്കുന്നതായ സമയം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അവരുടെ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ആ കൂട്ടത്തിൽ നബിയേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ അനുയായികളെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും അനുയായികളുടെ സാക്ഷിയായി നിങ്ങളെയും ഞാൻ പരലോകത്ത് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതായ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും റസൂലുള്ളാഹ്? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിയേ? അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മരണസമയത്ത് പോലും ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു പോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആൻ ഇത്രയും നാൾ നമ്മൾ ഓതിയിട്ട് ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്നും വീണിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനുമായി ധാരാളം ബന്ധപ്പെടുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് വിശദീകരിക്കാനുള്ള സമയമില്ല. ഈ 5 കാര്യങ്ങളിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മനസ്സിലാക്കുവാനും പരിശുദ്ധമായ ഖുർആനുമായി ധാരാളം ബന്ധപ്പെടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലമായ ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം ഖുർആനുമായി ധാരാളം ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ വിവര സാങ്കേതിക വിദ്യകളോ ഉപകരണങ്ങളോ ലൈറ്റുകളോ ഒന്നുമില്ലാത്ത സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അവസാനം ഓതി പരിശുദ്ധമായ ഖുർആനിന്റെ ചെറിയ ഒരു സൂറത്ത്, അതായത് സൂറത്തു സൽസല എന്ന് പറയുന്ന നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി
റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഇരുന്നു കൊണ്ട് വല്ലാതെ തേങ്ങി തേങ്ങി കരയുകയാണ്. പ്രിയമുള്ളവരെ, എന്താ കാരണമെന്നറിയുമോ? ആ പരിശുദ്ധമായ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തുകളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും ഒരാൾ ചെറിയ ഒരു നന്മ ചെയ്താൽ പോലും അണുമണിത്തൂക്കം നന്മ ചെയ്തു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം അവന് നൽകുന്നതാണ്. തീർന്നില്ല. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും ചെറിയ ഒരു തിന്മ ചെയ്താൽ പോലും അതിന്റെ പാപവും അതിന്റെ ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണെന്നർത്ഥം വരുന്ന ആയത്തോതിയിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഇരുന്നുകൊണ്ട് തേങ്ങിക്കരയുകയാണ്. പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവസാനം പിരിഞ്ഞു പോകുന്നതായ സമയത്ത് മുഅദ്ദിൻ വന്നുകൊണ്ട് പറയുകയാണ്, പള്ളിയിൽ നിന്ന് വിളക്കണച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇമാം അവർകളെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതി തീർന്നതിന് ശേഷം ഈ വിളക്കണച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകണേ. അബൂ ഹനീഫ ഇമാം സമ്മതിച്ചു. അവിടെ ഇരുന്നു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. പ്രിയമുള്ളവരെ, അവസാനം പിറ്റേന്ന് രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി മുഅദ്ദിൻ പള്ളിയിലേക്ക് വരുന്നതായ സമയത്ത് തലേ ദിവസം രാത്രി കത്തിച്ചു വെച്ചതായ വിളക്ക് അവിടെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പിന്നെയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിളക്കണയ്ക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുക? എങ്ങനെയാണ് എനിക്ക് വിളക്കണയ്ക്കാൻ സാധിക്കുക? ഇന്നലെ രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതാൻ തുടങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഈ സുബഹി വരെ ഈ 2 ആയത്തുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പോയെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഇത് മഹാന്മാരുടെ ചരിത്രമാണ് ഈ പറയുന്നത്. അവരുടെ ഏടയലത്ത് പോലും എനിക്കോ നിങ്ങൾക്കോ എത്താൻ സാധിക്കില്ല, എനിക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ എങ്കിലും എൻ്റെ സഹോദരങ്ങളെ, അവരുടെ ഒരംശമെങ്കിലും പരിശുദ്ധമായ ഖുർആനുമായി നമുക്ക് വേണ്ടേ? ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എൻ്റെ ശരീരത്തിനോടും ശേഷം നിങ്ങളോടുമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരെയും നന്നാക്കുക എന്നുള്ളതല്ല. ആദ്യം നമ്മൾ സ്വയം നന്നാവുക, ശേഷം മറ്റുള്ളവരെ നന്നാക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തെ മറ്റുള്ള ജനങ്ങളോട് ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. നമ്മളെല്ലാവരും പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഉസ്താദുമാരെല്ലാം ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽ നസീഹതി നസീഹതൻ മുഅസ്സിറതൻ ഫീ ഖൽബി വ ഖുലൂബിസ് സാമിഈൻ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞാൻ ഉപദേശിക്കുന്ന ഈ ഉപദേശം ആദ്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കണം, ആദ്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കണം, ശേഷം ജനങ്ങളുടെ ഹൃദയത്തിലേക്കും എത്തിക്കണം എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വലിയ വാഹിദിൻ്റെയോ ഒരു വലിയ പ്രാസംഗികൻ്റെയോ വാക്കുകളായിട്ട് നിങ്ങളത് കേൾക്കണ്ട. ഒരു അലക്കുകാരൻ്റെ വാളായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. കാരണം എന്താ? അലക്കുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വസ്ത്രം അലക്കുമ്പോൾ ആദ്യമായി അവൻ്റെ കൈയാണ് ശുദ്ധിയാകുന്നത്, ശേഷമാണ് ആ തുണി വൃത്തിയാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രീതിയിൽ ഉൾക്കൊണ്ട് നമുക്ക് കൂട്ടായി പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ആ പരിശുദ്ധമായ ഖുർആനെ നമ്മുടെ ഹൃദയത്തിലിറക്കി ആ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഹൃദയംഗമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്വാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സാധാരണ നമ്മുടെ സഹോദരിമാർക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ക്ലാസ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടാക്കുന്നതല്ല. അതുപോലെ പെരുന്നാൾ ശനിയാഴ്ചയല്ലേ, പെരുന്നാൾ ശനിയാഴ്ചയാണ്. അതോടൊപ്പം തന്നെ മഴയും മറ്റുള്ള സാഹചര്യവും എല്ലാം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിൻ്റെ ക്ലാസ് ഉണ്ടാവുകയില്ല. അത് മറ്റുള്ളവരോട്, നമ്മുടെ സഹോദരിമാരോട് വീട്ടിൽ പോയിട്ട് പറയുകയും അവർ മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പറയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളിൽ പരസ്പരം ഖുർആൻ പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിലും തഖ്വയുടെ കാര്യത്തിലും പരസ്പരം സഹായിക്കുവാനും വലാ തആവനു അലൽ ഇസ്മി വൽ ഇദ്വാൻ, മോശമായ കാര്യങ്ങളിലും ശത്രുതയുടെ പേരിലും പരസ്പരം സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഹൃദയംഗമായ പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് പല സമയങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലും അല്ലാതെയും എല്ലാം ഒരുപാട് മാരകമായ രോഗങ്ങൾ കൊണ്ട് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പൂർണ്ണമായും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ